ICCയുടെ ഈ കലണ്ടർ വർഷത്തെ ഏറ്റവും പ്രധാന ടൂർണമെന്റായ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വേദി സംബന്ധിച്ചുള്ള ഇന്ത്യ പാക് ക്രിക്കറ്റ് ബോർഡ് വിവാദങ്ങളും ഇപ്പോഴും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയായിരുന്നു വിവാദങ്ങൾ ഉടലെടുത്തത്? എന്താണ് വിവാദങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? നമുക്കൊന്ന് പരിശോധിക്കാം. ചാമ്പ്യൻസ് ട്രോഫി 2025 വിവാദങ്ങളുടെ തുടക്കം ഉണ്ടാവുന്നത് വേദിയായി ICC പാകിസ്ഥാനെ പ്രഖ്യാപിച്ചത് മുതലാണ്. പാകിസ്ഥാനെ ആതിഥേയരായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായ BCCI എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. വർഷങ്ങളായി ഇന്ത്യൻ ടീമും പാക് ടീമുമായുള്ള പര്യടനങ്ങൾ ഇല്ലാതായതിനു പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളെല്ലാം പല കാലത്തായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 80കളിലെയും 90കളിലെയും ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നായിരുന്നല്ലോ ഇന്ത്യ പാക് പര്യടനങ്ങളും പോരാട്ടങ്ങളും. എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളുമായുള്ള സംഘർഷം വർദ്ധിച്ചതോടെയാണ് പര്യടനങ്ങളൊക്കെയും ഇല്ലാതാകുന്നത്. അതിനാൽ തന്നെ ഇത്തവണ BCCI വേദി സംബന്ധമായ എതിർപ്പുകളുമായി തുടക്കത്തിലെ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാത്തു കിട്ടിയ ഒരു ICC ഇവന്റായിരുന്നു ഇത്. ഇന്ത്യ എതിർപ്പുമായി വന്നെങ്കിലും നിശ്ചിത ഇടവേളകൾക്കിടയിൽ പ്രധാന ക്രിക്കറ്റ് രാജ്യങ്ങൾക്കെല്ലാം പ്രധാന ടൂർണമെന്റുകളുടെ ആതിഥേയത്വം നൽകണം എന്ന ICC നിയമം പാകിസ്ഥാന് വേദി നൽകാൻ നിർബന്ധിതരായി. ഒടുവിൽ BCCI ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ടൂർണമെന്റ് കളിക്കാൻ പാകിസ്ഥാനിലേക്ക് വിടില്ലെന്ന നിലപാടിലെത്തി. BCCIയുടെ ഈ നിസ്സഹകരണം താൽക്കാലികമാണെന്നും ടൂർണമെന്റ് അടുക്കുമ്പോൾ നയത്തിൽ മാറ്റമുണ്ടാകും എന്നുമായിരുന്നു ICCയുടെ കണക്കുകൂടൽ. എന്നാൽ നിലപാടിൽ ശക്തമായി BCCI തുടർന്നതോടെ ഒടുവിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റേണ്ടി വന്നു. പാകിസ്ഥാനിലെ വേദി മാറ്റിയില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ബഹിഷ്കരിക്കും എന്നതടക്കമായിരുന്നു BCCI മുന്നോട്ട് വെച്ച സമ്മർദ്ദതന്ത്രം. ICC ചെയർമാനായി ജയ് ഷാ ചുമതലയേറ്റതും ICCയിൽ BCCIക്ക് കൂടുതൽ ആധിപത്യമുണ്ടാക്കി. ഇതിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ലാഭവിഹിതത്തിലടക്കം ഗുണകരമായ മാറ്റങ്ങൾ നടത്താമെന്ന വ്യവസ്ഥയിലും തിരിച്ചും ടൂർണമെന്റുകൾക്ക് ഇന്ത്യയിലേക്ക് പോകേണ്ടതില്ലെന്ന വ്യവസ്ഥയിലുമാണ് ഒടുവിൽ വേദിമാറ്റ വിവാദം അവസാനിച്ചത്. ഇതോടെ മാസങ്ങളായുള്ള തലവേദന അവസാനിച്ചുവെന്നും ഇനി സ്വസ്ഥമായി ടൂർണമെന്റ് നടത്താമെന്നുമുള്ള ആശ്വാസത്തിലായിരുന്നു ICC. എന്നാൽ പല രൂപത്തിൽ വീണ്ടും ICC അനിശ്ചിതത്വത്തിലായി. പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചുമതലയിലുള്ള പാകിസ്ഥാനിലെ വേദിയുടെ തയ്യാറെടുപ്പുകൾക്ക് കാലതാമസം വന്നത് കാരണം ICC നേരിട്ട് ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ മാറുകയുണ്ടായി. പാക് ക്രിക്കറ്റ് ബോർഡും BCCIയും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തതും പ്രതിസന്ധിയായി. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ കിറ്റിൽ പാകിസ്ഥാൻ എന്ന് എഴുതരുതെന്ന് BCCI ആവശ്യപ്പെട്ടപ്പോൾ ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് PCBയും തിരിച്ചടിച്ചു. പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ അംഗീകരിച്ചതിനാൽ പുതിയ നിർദ്ദേശത്തോട് ICC ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. ഇതിനിടെ BCCI PCB ക്ലാഷിൽ ഇരു രാജ്യങ്ങളിലെയും മറ്റു രാജ്യങ്ങളിലെയും മുൻ താരങ്ങൾ കൂടി അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയതോടെ ICC വീണ്ടും പ്രതിരോധത്തിലായി. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ടൂർണമെന്റിന്റെ ഫോട്ടോഷൂട്ടുകൾക്കും വാർത്താ സമ്മേളനങ്ങൾക്കും ഉദ്ഘാടന ചടങ്ങുകൾക്കും പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കില്ലെന്ന് പറഞ്ഞ് BCCI വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളവേ ക്രിക്കറ്റിലെ വാണിജ്യ സ്രോതസ്സായും പ്രേക്ഷക സ്രോതസ്സായും മുന്നിലുള്ള ഈ രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളെയും വെറുപ്പിക്കാതെ പരമാവധി കൂടെ നിർത്താനാവും ഇനിയുള്ള ICCയുടെ ശ്രമം. അതിനുവേണ്ടിയുള്ള ICCയുടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി കണ്ടറിയണം.